ഹലോ ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മഹീന്ദ്ര താറിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് വേരിയൻറ്റ് വെഹിക്കിളാണ്. ഇതൊരു 4-വീൽ ഡ്രൈവ് വെർഷനാണ്. നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ള പോലെ കാണാം 4x4. അപ്പോൾ മഹീന്ദ്ര താറ് ഇപ്പോൾ 2 വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഒന്ന് റിയർ വീൽ ഡ്രൈവ് വേർഷനിലും അതേപോലെ 4-വീൽ ഡ്രൈവ് വേർഷനിലും വരുന്നുണ്ട്. പ്രോപ്പർ ഓഫ് റോഡ് എന്തൂസിയാസ്റ്റിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടി എൻ്റെ കയ്യിലുണ്ട്, എന്നാൽ അതിന് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല, റിയർ വീൽ ഡ്രൈവ് ഉള്ളൂ എന്നുള്ളൊരു വിഷമമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും 4x4 തന്നെ വാങ്ങണം. പക്ഷേ ജസ്റ്റ് ഞാൻ ഒരിക്കലും ഓഫ് റോഡിന് കൊണ്ടുപോകാൻ പോകുന്നില്ല, കൂടുതലും ഞാനിത് സാധാരണ ടെറൈനിലാണ് ഓടിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ ഒരു വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റിയർ വീൽ ഡ്രൈവിലേക്ക് പോകാം. റിയർ വീൽ ഡ്രൈവും 4-വീൽ ഡ്രൈവും തമ്മിലുള്ള വില വ്യത്യാസം ഒരുപാടാണ്. ഏകദേശം 4 ലക്ഷത്തിൽ കൂടുതൽ വില വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വണ്ടിയുടെ പ്രത്യേകതകളെ കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ ഒരു ഐക്കോണിക് വെഹിക്കിളായി മാറിയിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ എന്നതിനെ കുറിച്ച് സംസാരിക്കാം. അതേപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ വണ്ടി വാങ്ങുമ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ശീലങ്ങൾ എന്നുള്ളത് നമുക്ക് ഇന്ന് ഈ റിവ്യൂവിൽ സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ വണ്ടിയുടെ കീനെ കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാം. ഈ കീ വരുന്നത് 3 ബട്ടണോട് കൂടിയിട്ടാണ്. ഇതിലൊരു ലോക്ക് ബട്ടൺ, അൺലോക്ക് ബട്ടൺ, പിന്നെ ഒരു അലാറമൊക്കെ സെറ്റ് ചെയ്യാനുള്ള പോലത്തെ ഒരു ബട്ടൺ. അതായത് നമ്മൾ ഇത് പ്രസ് ചെയ്താൽ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, ചിലപ്പോൾ അത് ആൻറ്റി തെഫ്റ്റ് അലാമൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണായിരിക്കാം. പിന്നെ ഈ കീ വരുന്നത് ഒരു ഫ്ലിപ്പായിട്ടുള്ളൊരു ഫംഗ്ഷനോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കുമ്പോൾ താക്കോല് ഫോണുമ്പോൾ കൊള്ളുക അങ്ങനത്തെ പേടികളൊന്നും വേണ്ട, ഇത് ഞെക്കിയാൽ തന്നെ കീ പുറത്തേക്ക് വരും. അങ്ങനെ ഇനി അടുത്തതായിട്ട് ഈ വണ്ടിയുടെ കീ നമുക്ക് എന്തിനൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളതിനെ കുറിച്ച് പറയാം. കുറച്ച് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് ഈ വണ്ടിയുടെ കീ, അതായത് ലോക്ക് ബട്ടൺ അൺലോക്ക് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാം. കീ പിന്നീട് ഉപയോഗിക്കേണ്ടി വരിക ഇവിടെ നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാൻ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. അതേപോലെ പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പും ഓപ്പൺ ചെയ്യണമെങ്കിൽ കീ തന്നെ വേണം. അത് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഒരുപാട് വിഷമമുള്ള കാര്യമാണ്, കാരണം ഉള്ളിൽ നിന്നൊരു ലിവർ വലിച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അതൊരു ഓഫ് റോഡ് സ്പെക്ക് എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ ക്യാമ്പിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് പെട്രോൾ തെഫ്റ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഫ്യൂവൽ തെഫ്റ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണത്. വണ്ടിയിൽ നമുക്ക് അതായത് ഉള്ളിൽ നിന്ന് ഒരാൾക്ക് വണ്ടിയുടെ ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ആ ടാർപോളിൻ പോലത്തെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ ഓപ്പൺ കണ്ടീഷനിൽ ആണെങ്കിൽ ഒരാൾക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ പെട്രോളിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ വണ്ടിയുടെ പുറത്തുനിന്ന് ലോക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സേഫായിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഫ്യൂവൽ വണ്ടിയിൽ ഇരിക്കും എന്നുള്ളതാണ് കാരണം. ഇനി നമുക്ക് വണ്ടിയുടെ അടുത്ത ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ തലമുറ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഐക്കോണിക്കായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് മഹീന്ദ്ര താർ. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ ഡിസൈൻ തന്നെയാണ്. ഈ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ ഒരു പൈതൃകമായിട്ട് വന്നിട്ടുള്ളതാണ്. പണ്ട് വില്ലീസ് ജീപ്പിൽ നിന്നും തുടങ്ങി ഇന്ന് മഹീന്ദ്ര താറിലും അതേപോലെ ജീപ്പ് റാംഗ്ലറിലൊക്കെ എത്തി നിൽക്കുന്നു. ഈ വണ്ടിയുടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഒരു ടേപ്പർ ചെയ്തിട്ട് വരുന്ന ഒരു ബോണറ്റും അതിൻ്റെ ഒപ്പം തന്നെ വീൽ ആർച്ചസ് എക്സ്പോസ്ഡായി നിൽക്കുന്നതും 2 റൗണ്ട് ഹെഡ് ലാമ്പ്സും 7 ഡിവിഷൻ ഓഫ് ഗ്രില്ലും അതേപോലെ തന്നെ നല്ല സ്റ്റാൻഡ്സ് ഔട്ടായിട്ടുള്ള ബമ്പേഴ്സൊക്കെയാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വർണ്ണിക്കുകയാണെങ്കിൽ ഒരുപാട് പൗരുഷം തുളുമ്പുന്ന ഒരു ഡിസൈൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഡിസൈനാണ് ഈ വണ്ടി. കാരണം എന്താ വെച്ചാൽ വളരെ വലിയൊരു ബോണറ്റാണ് ഈ വണ്ടിക്കുള്ളത്. നമ്മൾ വണ്ടിയുടെ ഉള്ളിലിരുന്നാൽ തന്നെ നമുക്ക് ബോണറ്റ് വളരെ വിശാലമായിട്ട് കാണാൻ പറ്റും. ഇതിൽ കൂടാണ്ട് വണ്ടിക്ക് ബമ്പറിൻ്റെ ഫ്രണ്ടിലേക്കും ഒരുപാട് നീളമുണ്ട്. അതായത് വളരെ സേഫായിട്ടുള്ളൊരു ഡ്രൈവാണ് ഈ വണ്ടി നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. കാരണം ബമ്പറിൽ ഇടിക്കുമ്പോൾ തന്നെ ഏകദേശം 1 ഫീറ്റോളം ബമ്പർ തന്നെ നിങ്ങൾക്ക് ഒരു ക്രംബിൾ സോണായിട്ട് ആക്ട് ചെയ്യും. ഈ ബമ്പറിൻ്റെ താഴെ നമുക്ക് 2 ഫോഗ് ലാമ്പ്സ് വരുന്നുണ്ട്. പിന്നീട് ഇവിടെ 2 DRLs വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ എക്സ്ട്രീമിലാണ് വരുന്നത്. പിന്നെ ഒരു ലെഗസി എന്നുള്ള പോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോണറ്റിൻ്റെ മുകളിൽ ഇവിടെ ഹുക്ക് ലോക്കും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഈ ബോണറ്റ് തുറക്കണമെങ്കിൽ ഈ ഹുക്ക് ലോക്ക് മാത്രം തുറന്നാൽ പോരാ, നിങ്ങൾ ഇതിൽ ഈ ഹുക്ക് ലോക്കിന് ശേഷം ഉള്ളിൽ നിന്നും കൂടെ നിങ്ങൾ അൺലോക്ക് ചെയ്യേണ്ടി വരും, എന്നാലാണ് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ വശക്കാഴ്ചകളെ കുറിച്ച് സംസാരിക്കാം. ഇതും എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നീണ്ട ഒരു ബോണറ്റ്, വളരെ ഷോർട്ടായിട്ടുള്ളൊരു പാസഞ്ചർ ക്യാബിൻ, അതിൻ്റെ പിന്നിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ടയർ, അതായത് സ്പെയർ വീൽ. ഇതും വളരെ ഐക്കോണിക് ആയിട്ടുള്ളൊരു ഡിസൈൻ ഫിലോസഫിയാണ്. ജീപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാംഗ്ലർ എന്ന് പറഞ്ഞ കമ്പനികളൊക്കെ കൊണ്ടുവരുന്ന പോലെ.
കുറേ കാലങ്ങളായിട്ട് പല കമ്പനികളും മഹീന്ദ്രനെ കുറ്റം പറയുന്നുണ്ട്, അതായത് ജീപ്പിൻ്റെ റാംഗ്ലറിൻ്റെ കോപ്പിയാണ് ഈ വണ്ടി എന്നുള്ളത്. ഒരു പക്ഷേ ആയിരിക്കാം. പക്ഷേ രണ്ടാളും നമുക്ക് തരുന്ന ഈ താറായാലും റാംഗ്ലർ ആയാലും നമുക്ക് മീറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് സെയിമാണ്. എന്നാൽ അതേസമയം ഈ ഒരു റാംഗ്ലർ ഇന്ത്യയിൽ വരുന്നത് ഏകദേശം 60-70 ലക്ഷത്തിന് മുകളിലായിട്ടുള്ളൊരു പ്രൈസ് ട്രാക്കിലാണ്. എന്നാൽ ഈ വണ്ടി നമുക്ക് കിട്ടുന്ന ഏകദേശം ഒരു ഈ 4x4 പെട്രോൾ ഓട്ടോമാറ്റിക്കിന് അറൗണ്ട് 20-21 lakhs ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ കോപ്പി ഇത്തിരി അടിച്ചാലും പ്രശ്നമില്ല, നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഈ വണ്ടിയുടെ വശക്കാഴ്ചകളിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് വീൽ ആർച്ച് കുറച്ച് സ്ക്വയറിഷും ബാക്ക് വീൽ ആർച്ച് റൗണ്ടുമാണ്. ഫ്രണ്ടിലത്തെ വീലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്കോട് കൂടിയുള്ള 18-inch അലോയ് വീൽസാണ് വരുന്നത്. ഈ അലോയ് വീൽസ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. വരുന്ന ടയർ ഓൾ ടെറൈൻ MRF വാണ്ടറാണ്. ഇതിൽ 255 സെക്ഷനാണ് ടയർ, അതായത് ഏകദേശം നമ്മുടെ ഒരു ലോറിയുടെ അല്ലെങ്കിൽ ബസ്സിൻ്റെയൊക്കെ ടയറിൻ്റെ വീതി തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും വീതിയുള്ള ടയറാണ്. പിന്നീട് നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫെൻഡറിൽ തന്നെ ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ താറിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. അത് പറയുമ്പോഴാണ് ഈ വണ്ടിയിൽ താറിൻ്റെ ബാഡ്ജിങ് എണ്ണിയാൽ തന്നെ തീരാത്ത അത്ര ഉണ്ട് കേട്ടോ. പലതും നമ്മൾ ഈ ഈസ്റ്റർ എക്സ് കണ്ടുപിടിക്കുന്ന പോലെയാണ് വല്ലപ്പോഴൊക്കെ ഇവിടെയും താറിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ട് ഒരു താർ ബാഡ്ജിങ്, ഇവിടെ ഉണ്ട് താർ ബാഡ്ജിങ്, വീലും ഉണ്ട് താർ ബാഡ്ജിങ്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു സൈഡിൽ തന്നെ എനിക്കിപ്പോൾ ഒരു 4-5 താറ് കാണാനുണ്ട്. പിന്നീട് നമ്മൾ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് ഒരു വലിയ സൈഡ് മിററാണ്. ഇത് നമുക്ക് അവിടെ ഉള്ളിൽ നിന്ന് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡോർ ഹാൻഡിൽ വരുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു ഡോർ ഹാൻഡിലാണ്. പക്ഷേ നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ഹിഞ്ചസ് ആണ്. ഈ എക്സ്പോസ്ഡ് ഹിഞ്ചസ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെഡിഷന് പോകാൻ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു 4 സ്ക്രൂ റിമൂവ് ചെയ്താൽ ഈ ഒരു ഡോർ നിങ്ങൾക്ക് ഈ ഹിഞ്ചിൽ നിന്നും മാറ്റി വയ്ക്കാവുന്നതാണ്. അങ്ങനെ സമയത്ത് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടും. വേണമെങ്കിൽ ഈ സോഫ്റ്റ് ടോപ്പ് ആയിരുന്നെങ്കിൽ ഇതും കൂടി ഊരി വെച്ചിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളരെ രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് നമ്മളിങ്ങോട്ട് ബാക്കിലോട്ട് വരുമ്പോൾ വണ്ടിക്ക് ഒരു സൈഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. ഇത് കാരണം മറ്റൊന്നുമല്ല, ഭയങ്കര ഹൈറ്റുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സൈഡ് സ്റ്റെപ്പ് എന്തായാലും നിർബന്ധമാണ്. പിന്നീട് അതിൻ്റെയും പിന്നിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ബാക്കിൽ കിട്ടുന്നത് നോർമലായിട്ടുള്ളൊരു ഡ്രം ബ്രേക്കുള്ള വീലാണ്. ടയർ സെഷൻസും ടയർ സൈസസൊക്കെ 4 വീലിലും സെയിമാണ്. ഈവൻ സ്പെയർ വീൽ വരെ നിങ്ങൾക്ക് അലോയ് വീലായിട്ടാണ് കിട്ടുക. പിന്നെ ഈ വണ്ടി പർട്ടിക്കുലറായിട്ടുള്ള ഈ വണ്ടി വരുന്നത് ഹാർഡ് ടോപ്പ് കൂടിയിട്ടാണ്. ഈ ഹാർഡ് ടോപ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കിലത്തെ ഗ്ലാസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ സോഫ്റ്റ് ടോപ്പിലുള്ള ഒരു വേരിയൻറ്റും വരുന്നുണ്ട്. ആ സോഫ്റ്റ് ടോപ്പിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് തുറക്കുകയൊക്കെ ചെയ്യാം. പിന്നീട് ഇതിൻ്റെ ബാക്കിൽ ആണ് ഏറ്റവും ലെജൻഡറി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബാഡ്ജിങ് വരുന്നത്. ഈ ബാഡ്ജിങ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം പൈസ കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ 4x4 റിയർ വീൽ ഡ്രൈവും ഇപ്പോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ റിയർ വീൽ ഡ്രൈവിനെക്കാട്ടിലും ഏകദേശം 4-5 ലക്ഷം കൂടുതലാണ് 4x4. പിന്നീട് അതൊന്നും ഇങ്ങോട്ട് ബാക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ടയർ വീലാണുള്ളത്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ ബാക്കിലത്തെ കാഴ്ചകൾ പറയാം. ഇനി നമ്മൾ ഈ വണ്ടിയുടെ ബാക്കിലത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ സ്ക്വയറിഷ് ആയിട്ടുള്ള ടെയിൽ സൈറ്റ്സ് ആണ് കിട്ടുക. പിന്നെ ലൊക്കേഷന് വേണ്ടിയിട്ട്, അതായത് വണ്ടിയുടെ ബാക്കിൽ പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ റിഫ്ലക്റ്റേഴ്സ് 2 കൊടുത്തിട്ടുണ്ട്. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഫുൾ സൈസ് ആയിട്ടുള്ളൊരു സ്പെയർ വീലാണ് വരുന്നത്. ഈവൻ ടയർ വരെ സെയിം ടയറാണ്. പിന്നീട് ഈ വണ്ടിയുടെ ബാക്കിൽ നമുക്ക് ബാഡ്ജിങ് ഒരുപാടുണ്ട്. വീണ്ടും താറ് അങ്ങനെ വേറെ. പിന്നെ ഇവിടെയാണ് പെട്രോളിൻ്റെ ഫ്യൂവൽ ഫില്ലർ ക്യാപ്പ് വരുന്നത്. ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കീ ഉപയോഗിക്കേണ്ടി വരിക. പിന്നീട് ഈ വണ്ടിയുടെ ബാക്കിൽ ഒരുപാട് വിശേഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കുറച്ച് ഹാർഷായിട്ടുള്ള ഡോർ ഓപ്പണിങ് എർഗണോമിക്സ് ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെ നമുക്ക് വരുന്നത് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോറാണ്. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു ഡോറാണ്. ഈ ഒരു ഹാഫിലാണ് നമ്മുടെ ഇതിൻ്റെ വീലൊക്കെ ബാക്കിലേക്ക് പോകും. അതേപോലെ ഈ ഒരു ടോപ്പ് പോർഷനിലാണ് ഇതിൻ്റെ ഗ്ലാസ് മുകളിലേക്ക് പോവുക. അപ്പോൾ ഇത് രസമായിട്ടുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ പ്രത്യേകിച്ച് ഒരു യൂട്ടിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് യൂട്ടിലിറ്റീസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്ലാസ് തുറന്നിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ബാക്കിലേക്ക് എടുക്കാം. അത്രയ്ക്ക് തന്നെ മാക്സിമം വരുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ 2 സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലഗേജ് സ്പേസ് കൂടുതൽ കിട്ടും. പിന്നെ ഈ വണ്ടി സത്യം പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ 2 ആൾക്കാർക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ബാക്കിലത്തെ 2 സീറ്റ് നിങ്ങൾ ഊരി വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ലഗേജ് സ്പേസ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി നമ്മൾ നടക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ അടയ്ക്കുന്നു, പിന്നീട് ഇങ്ങനെ അടയ്ക്കും. ഇനി നമ്മൾ വണ്ടിയുടെ ഇടത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഫ്യൂവൽ ഫില്ലർ ടാപ്പ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നീട് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഇടത്തെ സൈഡിലത്തെ ഡോറിൽ നമുക്ക് കീ ഉപയോഗിച്ച് തുറക്കാവുന്ന ലോക്ക് ഓർ അൺലോക്ക് ഫീച്ചർ കിട്ടുന്നില്ല.
പിന്നീട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെയാണ് ആൻറ്റിന വരുന്നത്. ഇതും വളരെ ഭംഗിയുള്ളൊരു ഫീച്ചറാണ്. ആൻറ്റിന കൊണ്ട് എത്രത്തോളം ആൾക്കാർ ഇന്ന് FM AM ഒക്കെ ലിസൺ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്നാലും കാണാനെങ്കിലും ഭംഗിക്ക് നിങ്ങൾക്കിത് പിടിപ്പിക്കാവുന്നതാണ്. പിന്നീട് ഇവിടെ നമ്മളെ എൻജിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഈ എൻജിൻ എന്ന് പറഞ്ഞാൽ M Stallion TGDI 150 ആണ് വരുന്നത്. 150 എന്ന് പറയുന്നത് 150 ഹോഴ്സ് പവറാണ്. അത് അറൗണ്ട് 3000 RPM നമുക്ക് കിട്ടുന്നത്. പിന്നീട് ഈ വണ്ടിക്ക് 300 Nm ടോർക്ക് വരുന്നുണ്ട്. അത് 1250 RPM മുതൽ അങ്ങോട്ട് നമുക്ക് ലഭിച്ചു തുടങ്ങും. അത് 300 Nm എന്നുള്ളതല്ല, ഓട്ടോമാറ്റിക് ആകുമ്പോൾ 320 Nm വരെ ടോർക്ക് കിട്ടുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പിന്നെ കാറിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കാറിൻ്റെ ഒരു ഹുഡിൻ്റെ ചിഹ്നം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. അതിൻ്റെയും താഴെയായിട്ട് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ അൺലോക്ക് ചെയ്താൽ നമ്മൾ പിന്നീട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ബുക്ക് ഓപ്പൺ ചെയ്യുക, ഈ ഒരു ബുക്ക് ഓപ്പൺ ചെയ്യുക. പിന്നെ ഡയറക്റ്റ് ലിഫ്റ്റിംഗ് ആണ്. നമ്മൾ നേരെ എടുത്തിട്ട് ഇവിടെ ലോക്ക് ചെയ്യുക. ഇനി നമ്മളിതിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. ഇനി ഈ വണ്ടിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് എഞ്ചിനെ കുറിച്ചാണ്. ഇതൊരു 2 ലിറ്റർ എഞ്ചിനാണ്. വെച്ചാൽ 2000 cc 4 സിലിണ്ടർ, അതേപോലെ തന്നെ ഒരു ടർബോയും കൂടി വരുന്ന എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിക്ക് ടർബോയിൽ 1250 RPM മുതൽ തന്നെ നമുക്ക് ഒരു 320 Nm ഓഫ് ടോർക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ വളരെ നീറ്റൊക്കെ തന്നെയാണ്. ഇവിടെ നമുക്കിതിൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്, ഇതിൻ്റെ കൂളൻ ടാങ്ക് കാര്യങ്ങൾ വരുന്നുണ്ട്, ബാറ്ററി, എൻജിൻ, ടർബോ, ഇതിൻ്റെ എയർ ഇൻടേക്ക്, ബ്രേക്ക് ചാമ്പർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ റേഡിയേറ്ററും അല്ലെങ്കിൽ ഇതിൻ്റെ ഓഫ് റോഡ് കാപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ട് റേഡിയേറ്റർ പോലത്തെ സാധനങ്ങളൊക്കെ ടോപ്പിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിഭാഗം എവിടെയെങ്കിലും പോയി ഇടിക്കുകയാണെങ്കിലും ഡയറക്റ്റായിട്ട് നമ്മുടെ റേഡിയേറ്ററിനോ അല്ലെങ്കിൽ ഇൻ്റർകൂളറിനോ ഒന്നും അത്ര ഒരു ഡാമേജ് വരില്ല. ഇനി നമ്മൾ ഈ വണ്ടിയുടെ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഒരു ഇത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ പിടിപ്പിക്കാനുള്ളൊരു ഉണ്ട്. ഇത് താഴെ കൊണ്ടുവരിക, ഇത് അടയ്ക്കുക. ഇതിൻ്റെ ഈ കമ്പി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിവിടെ ലോക്ക് ചെയ്യുക. ഈ കമ്പിയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ലോക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഒരാൾ എപ്പോഴാണ് ഒരു മഹീന്ദ്ര താർ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ വണ്ടി നിങ്ങൾ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ്. അതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ സംസാരിക്കാം. ഈ വണ്ടിക്ക് അപ്രോച്ച് ആംഗിൾ, അതായത് ഫ്രണ്ടിലത്തെ വീലും ബമ്പറും തമ്മിലുള്ള ആംഗിൾ 41 ഡിഗ്രി വരുന്നുണ്ട്. അതേപോലെ ബാക്ക് ബമ്പറും ബാക്ക് വീലും തമ്മിലുള്ള ആംഗിൾ, അതായത് വണ്ടിയുടെ ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറയും, അത് 36 ഡിഗ്രി വരുന്നുണ്ട്. അതേപോലെ വണ്ടിയുടെ റിയർ വീലിൻ്റെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ഇടയിൽ ഒരു ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റാമ്പ് ഓവർ ആംഗിൾ എന്ന് പറയും, അതിന് 26 ഡിഗ്രി വരുന്നുണ്ട്. ഇതൊക്കെ കൂടാണ്ട് ഏതൊരു ഓഫ് റോഡ് വെഹിക്കിളിനും വേണ്ട ഒരു ഫീച്ചറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 വീൽ ഡ്രൈവ്. ഈ 4x4 എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എൻജിനിൽ നിന്നും ട്രാൻസ്മിഷനിൽ നിന്നും ട്രാൻസ്ഫർ കേസിലേക്കും അവിടുന്ന് പിന്നീട് റിയർ വീൽ ഡിഫറൻഷ്യലിലേക്ക് ഒരു ഡ്രൈവ് ഷാഫ്റ്റും അതേപോലെ ഫ്രണ്ട് വീൽ ഡിഫറൻഷ്യലിലേക്ക് ഒരു ഡ്രൈവ് ഷാഫ്റ്റും പോകുന്നതായിരിക്കും. അപ്പോൾ ഈ 4 വീലിലേക്ക് നമുക്ക് എൻജിനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഈ 4 വീലിലേക്കും എൻജിനെ കണക്ട് ചെയ്യുന്നത് ഓൾവേസ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഓഫ് കോഴ്സ് വെഹിക്കിളിൻ്റെ ഫ്യൂവൽ കൺസംഷൻ വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര താറിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്ന ഒരു ഡ്രൈവ് സിസ്റ്റമാണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ട നേരത്തൊക്കെ ഈ ബാക്കിലത്തെ 2 വീലിലേക്ക് മാത്രം ഡ്രൈവ് കൊടുക്കാം. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് 4 വീലും ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ 4 വീലിലേക്കും ആ പവർ കൊടുക്കാം. ഇതൊക്കെ കൂടാണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വെരി ഹൈ ടോർക്ക് കൺസിഡറേഷൻ വേണം, അതായത് വണ്ടിയുടെ എൻജിൻ്റെയും അതേപോലെ വീലിൻ്റെയും റൊട്ടേഷൻ റേഷ്യോ വളരെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ലോയിലേക്ക് ഇടാം. 4 ലോയിലേക്ക് ഇടുമ്പോഴാണ് നമുക്ക് വണ്ടിക്ക് ഒരുപാട് ടോർക്ക് കിട്ടും. വണ്ടി വളരെ സ്ലോ ആയിട്ടാവും മൂവ് ചെയ്യുക. അതൊരിക്കലും ഒരു ഹൈ സ്പീഡ് ഡ്രൈവിങ്ങിന് റെക്കമെൻഡഡ് അല്ല. ഒരു ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ മാക്സ്, അതിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും 4 വീൽ ലോയിൽ ഓടിക്കാൻ പാടില്ല. ഇനി വണ്ടിയുടെ ടോട്ടൽ ലെങ്ത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മഹീന്ദ്ര താർ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് XUV ആണ്. പറയുമ്പോൾ നാണക്കേടാണ്, എന്നാലും ഇതൊരു സബ് 4 മീറ്റർ കോമ്പാക്ട് XUV ആണ്. ഇനി ഇതിൻ്റെ ഓഫ് റോഡിന് ഏറ്റവും ഉചിതമാകുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ വലിയ ടയറും 255 സെക്ഷൻ വരുന്ന ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ടയറുകളും കൂടിയാണ്. ഇത് ഓൾ ടെറൈൻ ടയേഴ്സാണ്. നിങ്ങളിപ്പോൾ പ്രോപ്പർ ഓഫ് റോഡ് ടയേഴ്സ് തന്നെ ഇടുകയാണെങ്കിൽ വണ്ടിയുടെ കാപ്പബിലിറ്റി ഒന്നുകൂടിയും ബെറ്റർ ആയിരിക്കും. ഇനി ഇതിൻ്റെ മറ്റൊരു സവിശേഷത, അതായത് നമ്മൾ ഇതിൻ്റെ ഡിഫറൻഷ്യലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ
ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് വരുന്ന ഡിഫറൻഷ്യൽസിൽ ബാക്കിൽ വരുന്നതിൽ നമുക്ക് ലിമിറ്റഡ് സ്ലിപ്പ് അല്ലെങ്കിൽ ബ്രേക്ക് ലോക്ക് ഡിഫറൻഷ്യൽ എന്ന് പറയും ഇതിന്. ഈ ബ്രേക്കിംഗ് ലോക്ക് ഡിഫറൻഷ്യലിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടി ഒരു കയറ്റം കയറുകയാണ് അല്ലെങ്കിൽ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള സർഫസിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് വീല് അല്ലെങ്കിൽ റൈറ്റ് വീല് വളരെ സ്ലിപ്പറി ആയിട്ടുള്ളൊരു സർഫസിലും ലെഫ്റ്റ് വീല് വളരെ ഗ്രിപ്പി ഉള്ളൊരു സർഫസിലും ആണെങ്കിൽ നമ്മുടെ റൈറ്റ് വീല് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വണ്ടിയിൽ നിങ്ങൾ എത്ര ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഡിഫറൻഷ്യലിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഗിയറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫ്രിക്ഷൻ എവിടെയാണോ കുറവ് ആ വീലിലേക്ക് ഒരുപാട് റൊട്ടേഷൻ കൊടുത്തുകൊണ്ടിരിക്കും, എന്നാൽ വണ്ടി മുന്നോട്ട് പോവില്ല. അപ്പോൾ മഹീന്ദ്ര താറിൽ വരുന്ന ഡിഫറൻഷ്യലിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഓവർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വീലിനെ അവർ ബ്രേക്ക് ചെയ്യും. അത് അവർ ആർട്ടിഫിഷ്യലായിട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്. ആ ബ്രേക്കിംഗ് മൊമെൻറ്റിൽ എന്തുണ്ടാവുക വെച്ചാൽ, റൈറ്റ് വീലിനെ ലെഫ്റ്റ് വീലിനെക്കാട്ടിലും കൂടുതൽ ഫ്രിക്ഷൻ ഉള്ള പോലെ വണ്ടിക്ക് തോന്നും. അപ്പോൾ വണ്ടി എന്ത് ചോദിച്ചാൽ നേരെ ലെഫ്റ്റ് വീലിലേക്ക് കൂടുതൽ റൊട്ടേഷൻസ് കൊടുക്കും. അങ്ങനെ വണ്ടി ആ ഡിച്ചിൽ നിന്നും കയറി പോരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇനി ഈ വണ്ടിയിൽ നമുക്ക് 4 വീൽ ഡ്രൈവ് വരുന്നത് ലോക്കിംഗ് ഡിഫറൻഷ്യൽ, അതായത് ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ ഫ്രണ്ടിൽ വരുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു ഓപ്പൺ ഡിഫറൻഷ്യലാണ്. പിന്നീട് ഒരുപാട് പേര് ഈ വണ്ടി ഫോഴ്സ് ഗൂർക്കയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളിത് ഗൂർക്ക എന്നുള്ള ഒരു വെഹിക്കിളിനോട് കമ്പയർ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ പ്രൈസിംഗ് ഒക്കെ നിങ്ങൾക്ക് ഒരു കോമൺ ഓൾമോസ്റ്റ് സിമിലർ ഏരിയയിലൊക്കെ തോന്നിയാലും ഈ രണ്ട് വണ്ടികളുടെയും ക്യാപ്പബിലിറ്റീസ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സോഫ്റ്റ് റോഡറായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഫോഴ്സ് ഗൂർക്ക ഒരു സോഫ്റ്റ് റോഡർ അല്ല ഒരിക്കലും. ആ വണ്ടിയിൽ വരുന്നത് ലോക്കിംഗ് ഡിഫറൻഷ്യൽസ് ആണ്, അതായത് പ്രോപ്പർ ലോക്കിംഗ് ഡിഫറൻഷ്യൽ. അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ, ആ വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഹാർഡ്വെയറൊക്കെ അത്രയും ഹെവിയാണ്, അത്രയും എക്യുപ്മെൻറ്റ്സും അതിൽ കൂടുതലുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർ ഓഫ് റോഡർ എന്നുള്ള നിലയ്ക്ക് മാത്രം കൺസിഡർ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടിയിൽ ഇങ്ങനെ ഒരു ടെക്നോളജി ഇവർ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ, എങ്ങനെ ഡിഫറൻഷ്യലിൻ്റെ വെയിറ്റ് കുറയ്ക്കാം, എങ്ങനെ ഒരു ലോക്കിംഗ് ഡിഫറൻഷ്യൽ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ക്യാപ്പബിലിറ്റീസും എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് തിങ്ക് ചെയ്തുകൊണ്ടാണ് മഹീന്ദ്ര ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വണ്ടി നിങ്ങൾക്ക് ഈക്വലായിട്ട് റോഡിലും അതുപോലെ ഓഫ് റോഡിലും ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ മഹീന്ദ്ര താറിനെ ഓഫ് റോഡ് ക്യാപ്പബിൾ ആക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, വളരെ വീതി കൂടിയൊരു വെഹിക്കിളാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാക്ക് വിഡ്ത്ത് വളരെ അധികമാണ്. വണ്ടിയുടെ ടിൽറ്റുകൾ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റിക്ക് വണ്ടിക്ക് വളരെ അധികമായിരിക്കും. ഈ ട്രാക്ക് വിഡ്ത്തും അതോടൊപ്പം തന്നെ നമുക്ക് വളരെ വീതി കൂടിയൊരു ടയർ കൂടി വരുമ്പോൾ വണ്ടിക്ക് സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഒരു സ്ലാൻഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ വരുന്ന സ്റ്റെബിലിറ്റി എക്സെട്ര, അല്ലെങ്കിൽ വണ്ടി നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടൈറ്റ് ആയിട്ടുള്ളൊരു കോർണർ എടുക്കുമ്പോൾ വണ്ടിക്ക് കിട്ടുന്ന സ്റ്റെബിലിറ്റി, ഇതൊക്കെ ഈ വണ്ടിയുടെ ഓൺ റോഡ് ക്യാപ്പബിലിറ്റീസ് അതുപോലെ തന്നെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റീസിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മഹീന്ദ്ര താറിൻ്റെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എപ്പോഴും ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവുന്നൊരു കാര്യമാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിൽ ഡോറില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി എന്നുള്ളത്. അപ്പോൾ ഈ എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുത്തെ ഈ ഒരു ലിവർ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വലിക്കുക. ഈ ഫ്രണ്ടിലേക്ക് വലിച്ചിട്ടുള്ള ലിവറിന് ശേഷം ഇവിടെ ഒരു ലിവർ കൂടി ഉണ്ട്, അതിങ്ങനെ ഫുള്ള് ഫ്രണ്ടിലേക്ക് മാറ്റിയാൽ വണ്ടിയുടെ ഇത്ര അധികം വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നീങ്ങുന്നതായിരിക്കും. അത്ര ഓപ്പണായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വേണം എൻട്രി ചെയ്യാൻ. ഇപ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, സത്യം പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു പൊസിഷനാണ്. ആവശ്യത്തിന് നീ റൂമുണ്ട്, നല്ലോണം ഹെഡ് റൂമുണ്ട്, ഷോൾഡർ റൂം ഇഷ്ടം പോലെ ഉണ്ട്. 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. പക്ഷേ മൂന്നാമത്തെ ഒരാൾക്ക് ഒരിക്കലും ഈ വണ്ടിയുടെ ഉള്ളിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് സീറ്റുകൾക്ക് നമുക്ക് സ്ലാൻഡൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കുഴപ്പമില്ലാത്തൊരു സീറ്റിംഗ് ആണ്. നിങ്ങളിവിടുത്തെ ബാക്ക് സീറ്റ് ആയിരുന്നു നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്പീക്കർ സിസ്റ്റം വരുന്നത്, ഇവിടെ നമുക്ക് ലൈറ്റ്സ്, റൂഫ് ലൈറ്റ്സ് ഇവിടെ സെൻറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ബാക്കിൽ നമുക്ക് 2 സൈഡിലും ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. വളരെ വിസിബിളായിട്ടുള്ളൊരു റോൾ കേജ് ഉണ്ട് ഇവിടെ. പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഓഫ് മാർക്കറ്റായിട്ട്, അതായത് ഇതിന് ശേഷം വണ്ടി വാങ്ങിയതിന് ശേഷം ആക്സറി ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് പിടിപ്പിക്കുന്നുണ്ട്. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാം, കപ്പ് ഹോൾഡേഴ്സൊക്കെ വെച്ചിട്ടിരിക്കാം. പക്ഷേ സെൻറ്ററിൽ നമുക്ക് ഒരു കപ്പ് ഹോൾഡർ അതിനുള്ള സ്പേസോ കിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഇനി നമ്മൾ ഈ വണ്ടിയുടെ ഡോർ പാനലിനെ കുറിച്ച്, വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ ഡോർ പാനലിനെ കുറിച്ച് പറയാം. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വെക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെയാണ് നമ്മുടെ റിയർ വ്യൂ മിററിൻ്റെ, അതായത് ORVMസിൻ്റെ അഡ്ജസ്റ്റ് വരുന്നത് ഇവിടെയാണ്. പിന്നെ ഇവിടെ ഒരു ഡോർ പോക്കറ്റിൽ ഇങ്ങനെ പിടിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ ഡോർ ലോക്ക്, ഇവിടെ നമുക്ക് അഗൈൻ ഈ ഡോറിൻ്റെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലാച്ച് വരുന്നു. പിന്നെ ഇവിടെ വരുന്നത് ഒരു താറിൻ്റെ ബാഡ്ജിങ് ആണ്. അഗെയിൻ
പിന്നീട് ഇത് നമുക്ക് പിടിച്ചു നിർത്താൻ ഇവിടെ ഒരു ക്ലോത്താണ് അവർ കൊടുത്തിട്ടുള്ളത്. അവരങ്ങനെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു കമ്പോണൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും ഇതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു എർഗണോമിക്സിനെ കുറിച്ച് നോക്കാം. നമ്മളിവിടെ കയറുമ്പോൾ ഇവിടെ ഗ്രാബ് ഹാൻഡിലൊന്നും ഇല്ല വണ്ടിക്ക്. അപ്പോൾ അത് കാരണം നമ്മൾ സ്റ്റിയറിങ്ങും എങ്ങാനും പിടിച്ചിട്ട് കയറണം. ഇവിടെ ചവിട്ടി നമ്മളിവിടെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും പിടിച്ച് ഇടത്തെ കാലും ഉള്ളിലോട്ട് വെച്ച് വണ്ടിയുടെ ഉള്ളിലേക്ക് ഇരുന്നാലാണ് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഈ വണ്ടിയിൽ ഇരിക്കാൻ പറ്റുക. പിന്നീട് ഈ ഡോറ് ക്ലോസ് ചെയ്താൽ വളരെ വീതിയുള്ളൊരു ക്യാബിനാണ്. വളരെ പ്രീമിയം പ്രീമിയം തോന്നുന്നുണ്ട് നമുക്കിവിടെ. നമുക്ക് വളരെ അടുത്തുള്ളൊരു ഗ്ലാസ്സാണ്. ഈ റൂഫൊക്കെ ബ്ലാക്ക് കളറായതുകൊണ്ട് നമുക്ക് അത്ര ഒരു നമ്മൾ നോട്ടീസ് ചെയ്യില്ല. അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു സോഫ്റ്റ് ടോപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ടോപ്പാണെന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യില്ല ഒറ്റയടിക്ക്. പിന്നീട് ഇതിൻ്റെ ഡാഷ്ബോർഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ റൗണ്ടായിട്ടുള്ള AC വെൻസാണ്. സിമ്മട്രിക് ആയിട്ടുള്ള ഡിസൈനാണ് വണ്ടിയുടെ ഉള്ളിൽ വരുന്നത്. റൈറ്റ് സൈഡിലെ സ്റ്റിയറിംഗ് വീല് വളരെ ഇപ്പോൾ ഒരു പുതിയ ലാംഗ്വേജിൽ അവരുടെ പല വണ്ടികളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ക്രൂയിസ് കൺട്രോൾ, അതുപോലെ ഓഡിയോൻ്റെ സെറ്റിങ്സ് എക്സെട്ര അവിടെയാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ഡ്രൈവർ ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ വളരെ സ്മോൾ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. അതിൽ താർന്നുള്ളൊരു വെൽക്കം ബാഡ്ജിങ് വരും. പിന്നീട് നമുക്കിവിടെ RPMs കാണാൻ പറ്റും, സ്പീഡ് കാണാൻ പറ്റും, ഓടോ കാര്യങ്ങൾ എക്സെട്ര. പിന്നീട് ഇപ്പോൾ നമ്മളിവിടുത്തെ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ കാണിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ടയറിൻ്റെ റൊട്ടേഷൻ ആംഗിൾസ് എക്സെട്ര എന്നുള്ളത് കാണിക്കും. സത്യം പറഞ്ഞാൽ സിസ്റ്റം ഒരു ലേശം സ്ലോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് നേരമായി വണ്ടി ഓണാക്കി ഓരോന്ന് അമർത്തിയപ്പോഴും ഇതിലത്തെ സെറ്റിങ്സൊന്നും കാര്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ നമ്മളെ ഓരോ മോഡ്സിലേക്ക് മാറാനുള്ള സ്വിച്ച് അമർത്താം. പിന്നെ അതുപോലെ ഓരോ മോഡിലും നമുക്ക് മുകളിലേക്കും താഴത്തേക്കുള്ള സെലക്ഷൻസ്. അപ്പോൾ ഈ മോഡ്സ് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണിക്കുന്നത് സ്പീഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് അടുത്തതായിട്ട് ടയറിൻ്റെ ആംഗിൾ, നമ്മൾ വീലങ്ങടയിൽ തിരിച്ച് എത്രത്തോളം ആംഗിളിലാണ് വീലിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ആനിമേഷൻ. പിന്നീട് വാർണിംഗ് ഹിസ്റ്ററീസ് അല്ലെങ്കിൽ ഇതിലത്തെ സെറ്റിങ്സ് എക്സെട്ര എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വണ്ടിയുടെ ഡ്രൈവർ ഇൻഫോർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ വണ്ടിയുടെ മറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു AC വെൻ്റ് വരുന്നുണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ഇത് ഏകദേശം ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ചൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. പിന്നീട് ഇവിടെ സെൻറ്ററിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മാനുവൽ ക്ലൈമറ്റ് കൺട്രോളാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ എയർ ബാഗ് ഓൺ ചെയ്യാനുള്ളത്, സെക്കൻഡ് എയർ ബാഗിനെ ഓഫ് ചെയ്യാനുള്ളത്, സീറ്റ് ബെൽറ്റ് വാണിങ്ങിൻ്റെ കാര്യങ്ങൾ, ഹസാർഡ് ലൈറ്റ്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ഡോർ ലോക്ക് ബട്ടൺ എന്നിവ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മൊബൈൽ ഹോൾഡറിനുള്ള സ്പേസ്, ചാർജിങ് പോയിൻറ്റ്, USB ഓക്സിൻ, അതേപോലെ 12 വോൾട്ട് സോക്കറ്റും വരുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ടുള്ള ഈ 4 വീൽ ഷിഫ്റ്റർ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ലിവർ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ വരുന്നത്. പിന്നീട് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ വളരെ നോട്ടീസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബാഡ്ജിങ്. ഇവിടെ ഈ ബാഡ്ജിങ്ങിൽ എഴുതിയിട്ടുണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്, മോഡൽ താർ, സീരിയൽ നമ്പർ, മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ്. അതായത് ഇത് നമ്മുടെ ഒരു ഇന്ത്യയുടെ പ്രൊഡക്റ്റാണെന്ന് അവരെ വളരെ പ്രൗഡായിട്ട് ക്ലെയിം ചെയ്യുന്നൊരു ബാഡ്ജാണ് ഈ കാണുന്നത്. ഇനി നമ്മളിവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത്. ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർക്ക് സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ പിടിക്കാവുന്നത് കൊണ്ടും പാസഞ്ചർക്ക് പിടിക്കാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ലെങ്കിൽ ഇവിടെ പിടിക്കാവുന്നത് കൊണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ നമുക്ക് ഒരു സ്പീക്കർ വരുന്നുണ്ട്. ഇതിൻ്റെ താഴെ വളരെ ചെറിയ ഗ്ലൗ ബോക്സ് ഉണ്ട് എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടൊരു ഗ്ലൗ ബോക്സും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് ഈ 4 വീൽ ഷിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആയാലും ഈ ഷിഫ്റ്റ് ചെയ്യണ നേരത്ത് ഇതിനെ ന്യൂട്രൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ വണ്ടി ഞാൻ ന്യൂട്രൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് 2 വീലിൽ നിന്നും 4 വീലിലേക്ക് ആക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ 2 ഹൈ, അതായത് ബാക്കിലത്തെ 2 വീലിലേക്ക് സാധാരണ നോർമൽ ഗിയർ റേഷ്യോസിൽ സ്പീഡ് പോകുന്നുള്ളതാണ്. 4 ഹൈ എന്ന് പറയുമ്പോൾ അതേ സെയിം റേഷ്യോസിൽ തന്നെ 4 വീലിലേക്കും ഡ്രൈവ് പോകും. ഇനി ന്യൂട്രൽ എന്ന് പറയുന്നത് ഈ വണ്ടി നിങ്ങൾക്ക് വണ്ടീനെ കെട്ടി വലിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ കേസിനെ കംപ്ലീറ്റ്ലി ഡിസെൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോയിൻ്റാണ് ന്യൂട്രൽ. അതിനും താഴെ വരുന്ന 4 ലോ എന്ന് പറഞ്ഞാൽ 4 വീലിലേക്കും ഡ്രൈവ് ഉണ്ട്. പക്ഷേ അതിൽ ഒരു റേഷ്യോ കൂടെ വരും. അതായത് വണ്ടിയുടെ നമ്മൾ സാധാരണ ആൾക്കാർ പറയും അമ്മായി ഗിയർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഗിയറാണ് ഈ 4 ലോ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ന്യൂട്രൽ ഇട്ടതിന് ശേഷം നിങ്ങളിതിനെ പ്രസ് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് വലിച്ചാൽ 4 ഹൈയിലേക്ക് ചാടും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനെ ന്യൂട്രലിലേക്ക് ഒന്നുകൂടിയും പ്രസ് ചെയ്തിട്ട് ന്യൂട്രലിലേക്ക് വന്നിട്ടുണ്ടാവും.
ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ കേസ് ന്യൂട്രലാണ്, വണ്ടി ന്യൂട്രലാണ്. ഇതാണ് നിങ്ങൾക്ക് വണ്ടീനെ ടോ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് കണ്ടീഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ 4 ലോയിലേക്ക് എങ്ങനെ എൻഗേജ് ചെയ്യുമെന്ന് നോക്കിയാൽ, ഇവിടുന്ന് നിങ്ങൾ ഇതിനെ പുഷ് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചാൽ 4 ലോയിലേക്ക് ചാടി. ഇപ്പോൾ വണ്ടി 4 ലോയിലാണ്, അതായത് ഈ വണ്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡ് കാപ്പബിൾ ഗിയറിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നേരെ ന്യൂട്രലിലേക്ക് കൊണ്ടുപോവുക, അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ന്യൂട്രലിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തതിന് ശേഷം വണ്ടീനെ 4 ലോയിലേക്ക് കൊണ്ടുപോവുക. 4 ലോയിൽ നിന്നും 2 ഹൈയിലേക്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രാൻസ്ഫർ കേസ് ട്രാൻസ്മിഷനാണ് ഈ വണ്ടിയുടെ വരുന്നത്. അതേസമയം തന്നെ പണ്ട് ഫോഴ്സ് ഗൂറയ്ക്ക് വന്നൊരു ട്രാൻസ്ഫർ കേസ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചൊരു ബലം പിടിക്കണം, അങ്ങനത്തെ സിറ്റുവേഷനായിരുന്നു. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഡ്രൈവിനെ കുറിച്ച് സംസാരിക്കാം. ഈ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു രാജകീയ പദവി എന്നൊക്കെ തോന്നും. പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക്കാണ്, നിങ്ങൾക്ക് യാതൊന്നും അധ്വാനിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം 1.5 അടി താഴ്ചയോളം വരുന്ന ഒരു ചെറിയൊരു ചാലാണ് നമ്മൾ കടന്നത്. അതൊന്നും നമ്മൾ വണ്ടിയിൽ അത്ര അറിഞ്ഞില്ല. ഇനി ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് വളരെ വലിയൊരു വീതിയാണ്. വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക, വീതിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ സ്ഥലം കൊടുക്കുമ്പോൾ എക്സെട്ര കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ വലിയ റിയർ വ്യൂ മിറേഴ്സാണ്. ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന മിറേഴ്സ് വളരെ വലുതാണ്. സെൻട്രലത്തെ ഈ IRVM എന്ന് പറയുന്നതിൽ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള വിസിബിൾ ഏരിയയാണ്. കാരണം എന്താ വെച്ചാൽ ബാക്കിലത്തെ ആ 2 സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റും അതേപോലത്തെ റിയർ വീലും പിന്നെ ടോപ്പ് മൗണ്ടഡ് ആയിട്ടുള്ള ആ റിയർ സ്റ്റോപ്പിംഗ് ഹെഡ് ആ ലാംപ്സൊക്കെ കൂടിയിട്ട് സത്യം പറഞ്ഞാൽ ആ റിയറിലത്തെ വിൻഡോയിൽ നിന്ന് വളരെ കുറച്ച് ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഈ വണ്ടിയുടെ ഡ്രൈവിങ്ങിൻ്റെ ഫുഡ് വിസിബിലിറ്റി സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. ഈ വണ്ടി എടുത്തിട്ട് ഞാൻ എടുത്തിട്ടുള്ള വണ്ടി മാറ്റിയിട്ട് ഈ വണ്ടി എടുത്താലോ എന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടത് കൺസിഡർ ചെയ്യില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഇപ്പോൾ ഓടിക്കുമ്പോൾ വണ്ടിയുടെ കുലുക്കം, ഇതിൻ്റെ സസ്പെൻഷൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. മോർ ഓവർ ഇത് ഓഫ് റോഡിന് വേണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ളൊരു സസ്പെൻഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടി റോഡിൽ ഒട്ടും സ്റ്റേബിൾ അല്ല. അങ്ങനെ വണ്ടി ഇങ്ങനെ ഓൾവേസ് ഇങ്ങനെ കടന്നിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വണ്ടിയുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഒരു ടോപ്പ് വെരി ഹൈ സ്പീഡ് ഡ്രൈവിങ്ങിനൊന്നും കാപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടിയല്ല. ഇനി ഇതിനെ നമുക്ക് വിസിബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ ഹുഡ് വളരെ വിസിബിളാണ്, ഫ്രണ്ടിലേക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്, എവിടെയും ഒരു പ്രശ്നമില്ല. ലെഫ്റ്റിലേക്ക് നോക്കിയാൽ വളരെ വലിയൊരു വിൻഡോ, റൈറ്റിൽ വലിയൊരു വിൻഡോ, ബാക്കിലേക്ക് കാണാം വലിയ 2 മിറേഴ്സ്. ഇതൊക്കെ കൂടാണ്ട് ഫ്രണ്ടിൽ നിങ്ങളുടെ വെർട്ടിക്കലായിട്ട് തന്നെ ബെസ്റ്റ് വിസിബിലിറ്റി തരുന്ന വളരെ നല്ലൊരു ഗ്ലാസ് ഏരിയ. ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ A-പില്ലർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ നേരമാണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. അത് കഴിഞ്ഞ റിവ്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വൈപ്പർ സിസ്റ്റം അടിക്കുമ്പോഴുള്ള വിസിബിലിറ്റി എന്താണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. വൈപ്പർ വരുന്നത് ഏകദേശം ഇവിടെ വരെയാണ്. വളരെ നല്ല കവറേജ് ഏരിയയാണ്. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ഗ്ലാസ് ആണ്, വളരെ ചെറിയ ഗ്ലാസ്സിൽ ചെറിയ 2 വൈപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ക്ലിയറൻസ് വളരെ നല്ല വിസിബിലിറ്റി തരുന്നുണ്ട്. ഒരു ചെറിയ കുണ്ടിൽ ഇത് കൊണ്ടുപോയിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് പോകുന്നത്. വളരെ അൺസ്റ്റേബിളാണ് വണ്ടി സത്യം പറഞ്ഞാൽ, പക്ഷെ വണ്ടി ആ കൂടെയൊക്കെ പോയിക്കോളും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 ഹോൾസ് കാണാൻ പറ്റും. അതെന്തുള്ളതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ വിൻഡോയിലേക്ക് മോയ്സ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിൻഡോ പലപ്പോഴും തണുപ്പിക്കുമല്ലോ ഫ്രണ്ട് ഗ്ലാസ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിക്കാം കേട്ടോ, അല്ലെങ്കിൽ തണുപ്പിക്കാൻ എനിക്ക് ചൂടാക്കാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും. പിന്നീട് ഒരുപാട് വിഡ്ത്തുള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വണ്ടിയുടെ ഉള്ളിലും ഭയങ്കര വീതിയുണ്ട്, വണ്ടിയുടെ പുറത്തും ഭയങ്കര വീതിയുണ്ട്. ഇതൊക്കെ കൂടാണ്ട് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഒരുപാട് നീളമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ നീളം 3985 mm ആണ്. അതായത് 4 മീറ്ററിൽ നിന്ന് ഏകദേശം 15 mm മാത്രം കുറവുള്ളൊരു വീതി. അപ്പോൾ ആ ഒരു നീളത്തിൻ്റെ സത്യം പറഞ്ഞാൽ പകുതിയിലാണ് നിങ്ങളിരിക്കുന്നത്. ആ ഒരു ടോട്ടൽ ലെങ്ത്തിൻ്റെ കറക്റ്റ് പകുതിയിലാണ് നിങ്ങൾ ഈ വണ്ടി ഇരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ നിങ്ങൾ അത്ര തന്നെ എക്സ്പെക്ട് ചെയ്യണം. നിങ്ങളുടെ ഡോറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സീറ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നിങ്ങളുടെ റിയർ വീലും നിങ്ങളുടെ ഫ്രണ്ട് വീൽ ഏകദേശം നിങ്ങളിൽ നിന്നും 1 മീറ്റർ ഫ്രണ്ടിലാണ് നിങ്ങളെ വീലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വണ്ടിയുടെ ടേണിങ്ങിൻ്റെ ടൈമിൽ ആ ഒരു കാൽക്കുലേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും പലർക്കും. കാരണം ഫ്രണ്ടിലേക്ക് ഓവർ ഹാങ് അധികം ഇല്ലാത്ത, അതായത് സീറ്റിൽ നിന്നും വണ്ടിയുടെ ഫ്രണ്ട് വീല് വരെ അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത വണ്ടികൾ സാധാരണ ഓടിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു താർ പോലത്തെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ അങ്ങനെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏരിയ കൺസിഡർ ചെയ്യേണ്ട പോലെ തോന്നും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി ഒരു 60 ഓടിച്ച് നോക്കാൻ പോവുകയാണ്.
ഈ 60 ഓടിക്കുമ്പോൾ വണ്ടിയുടെ സ്റ്റെബിലിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓടിക്കുമ്പോൾ വണ്ടി അൺസ്റ്റേബിളാണ്. അതായത് ഭയങ്കര കുലുക്കാണ് വണ്ടിയുടെ ഉള്ളിൽ. അത് പിന്നെ ഈ റോഡിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വേറെ റോഡിലൂടെ ജസ്റ്റ് ഓടിച്ച് നോക്കാം. ആ റോഡിലൂടെ ഓടിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ശരിക്കും വണ്ടിയുടെ സസ്പെൻഷൻ്റെ ട്യൂണിങ് വരുന്നത്. ഡ്രൈവിങ്ങിൻ്റെ ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ഒന്നും സത്യം പറഞ്ഞാൽ അത്ര റെസ്പോൺസീവ് അല്ല. ഒരുപാട് നെഗറ്റീവ് ഏരിയ ഉണ്ട്. അതായത് നമ്മൾ പ്ലേ ഉള്ള ഏരിയ എന്ന് പറയുന്നത് വേറെന്തോ പേരുണ്ട് തോന്നുന്നു. ഈ സ്റ്റിയറിങ്ങിൽ നമുക്ക് സെൻറ്ററിൽ കുറച്ച് ഏരിയ അവരെപ്പോഴും ഒരു ടോളറൻസ് വയ്ക്കും. നമ്മൾ അറിയാണ്ട് ചെറുതായിട്ട് നമ്മുടെ സ്റ്റിയറിങ് അങ്ങോട്ട് ടിൽറ്റ് ചെയ്താലും വണ്ടി ഡയറക്ഷൻ മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ക്ലിയറൻസ് ഈ വണ്ടിയിൽ ഒരുപാടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഓഫ് റോഡ് വണ്ടിയിലാവുമ്പോൾ അങ്ങനത്തെ പ്ലേ ഒക്കെ ഒരുപാട് വയ്ക്കണതിൻ്റെ കാര്യം തന്നെ പലപ്പോഴും നമ്മുടെ വണ്ടിയുടെ വീലിൽ നിന്നുള്ള ഫീഡ്ബാക്ക്. അതായത് വണ്ടി സഡനായിട്ട് റോക്കിൻ്റെ മുകളിൽ എങ്ങനെ കയറുകയും ചെയ്താൽ വീല് സഡനായിട്ട് ടിൽറ്റ് ചെയ്യും. ആ ടിൽറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ സ്റ്റിയറിങ് ഒറ്റയടിക്ക് അതിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോകും. അങ്ങനെ പോകുമ്പോൾ വണ്ടിയുടെ സ്റ്റിയറിങ് സഡനായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പലപ്പോഴും തള്ളവിരലിന് ഡാമേജ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയ പ്ലേ കൊടുക്കുന്നത് സാധാരണ. ഇനി ഓഫ് റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ നമുക്ക് ആ ലെഫ്റ്റ് കോർണറിൽ 2 ഒട്ടകത്തിൻ്റെ പിന്നിലൊരു ചെറിയ ഈ മുൾച്ചെടി പോലത്തെ ഒരു ചെടിയും ഒരു താറിനെയൊക്കെ കാണാം. നമ്മളിങ്ങനെ ഓഫ് റോഡ് ചെയ്ത് പോകും എന്നുള്ള, മരുഭൂമിയിലൂടെ ഓഫ് റോഡ് ചെയ്ത് പോകും എന്നുള്ള ഒരു ചെറിയൊരു ഹോപ്പ് നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. പിന്നീട് ഈ വണ്ടിയുടെ ഡ്രൈവിങ് ഇനി നമുക്ക് നല്ലൊരു റൂട്ടിൽ ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്യുമ്പോൾ വണ്ടി വളരെ സ്റ്റേബിളാണ്. അപ്പോൾ ഈ അൺസ്റ്റെബിലിറ്റി ഒക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ പൊട്ട റോഡിൽ നിന്ന് വന്നു തന്നെ പറയാം. പക്ഷെ നമ്മുടെ കേരള സർക്കാരിന് നമ്മുടെ റോഡുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട് താർ പ്രേമികൾക്ക് നല്ല യാത്ര കിട്ടണം എന്നുള്ള ആഗ്രഹം ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിരിക്കാം നല്ല റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഇപ്പോൾ ശ്രദ്ധിച്ചൊരു മറ്റൊരു കാര്യമുണ്ട്. അത് നമ്മുടെ മുന്നിൽ പോകുന്നൊരു ആൾട്ടോ ആണ്. ആ ആൾട്ടോയിലൊരു വ്യക്തി ഇരിക്കുന്നത് ഏകദേശം റോഡിൽ നിന്നും ഒരു 350 mm ഹൈറ്റിലാണ്. എന്നാൽ നമ്മൾ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ അയാളുടെ ഹെഡിൻ്റെ ഹൈറ്റിലാണ് നമ്മൾ സീറ്റിങ്. അപ്പോൾ വണ്ടിയുടെ ഒക്കെ സൈഡിൽ കൂടെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഹുഡിൻ്റെ അത്ര ഹൈറ്റാണ് എനിക്ക് ആ വണ്ടീനെ തോന്നുക. നിങ്ങളൊരിക്കലും ഞാൻ ആൾട്ടോനെ കുറ്റം പറയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആൾട്ടോ എന്നറിയപ്പെടുന്ന ഒരു വണ്ടിയാണ്. കാരണം പല ഓഫ് റോഡ് സിറ്റുവേഷൻസിലും താറിന് പോലും കയറി പോകാൻ പറ്റാത്ത ഓഫ് റോഡ് സിറ്റുവേഷൻസ് പലതും ആൾട്ടോ കയറി പോകുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റിനെ കുറിച്ചാണ്. അതെ, വണ്ടി ഹൈവേയിൽ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള റോഡിൽ വളരെ സ്റ്റേബിളാണ്. പ്രത്യേകിച്ച് നമുക്ക് സസ്പെൻഷൻ നമ്മളെ വണ്ടീനെ അങ്ങനെ അൺസ്റ്റേബിൾ ആക്കുന്നില്ല. ഈ സ്റ്റെബിലിറ്റി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കോർണറിങ് അല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ സ്റ്റെബിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ ആ ഒരു ഓൾവേസ് സെറ്റിൽഡ് ആണോ അൺസെറ്റിൽഡ് ആണോ എന്ന് പറയുന്ന ആ ഒരു ടേം മാത്രമാണ്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ട്രാൻസ്മിഷനെ കുറിച്ചും സംസാരിക്കാം. ഇതിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ അതിൽ ഷിഫ്റ്റ് ചെയ്യുന്ന അറിയുന്ന കൂടിയില്ല. ചെറിയ ചെറിയ നോട്ടീസിങ് ഉണ്ട്. അതായത് ഒരു DCT പോലെ നമുക്കിങ്ങനെ മില്ലി സെക്കൻഡ്സിൽ ചേഞ്ച് ആവുന്ന അല്ലെങ്കിൽ അത്രയും സ്മൂത്തായിട്ട് ചേഞ്ച് ആവുന്ന ഒരു ട്രാൻസ്മിഷൻ അല്ല അത്. എന്നാലും ടോർക്ക് കൺവേർട്ടറിനെ വെച്ച് നോക്കുമ്പോൾ വളരെ റിലയബിൾ ആയിട്ടുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും റിലയബിൾ എന്ന് പറയുന്ന ഒരു ടോർക്ക് കൺവേർട്ടർ സിസ്റ്റമാണ് ഓട്ടോമാറ്റിക്സിൻ്റെ. അപ്പോൾ ഈ ടോർക്ക് കൺവേർട്ടർ 6 സ്പീഡ് വരുന്ന ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഇതിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ടുള്ള ട്രാൻസ്മിഷനാണ്. വണ്ടിയുടെ സത്യം പറഞ്ഞാൽ വണ്ടി ഒരു ഇത്രയും ടോർക്കുള്ള എഞ്ചിനായിട്ട് ഓടി വണ്ടി എപ്പോഴും 2000 RPM കഴിഞ്ഞതിന് ശേഷമാണ് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ നോയ്സിനെ കുറിച്ചാണ്. അതായത് ഞാനിപ്പോൾ ഈ 2 വിൻഡോസും തുറന്നിട്ടാൽ നമുക്ക് പുറത്തുള്ള നോയ്സ് കേൾക്കാൻ പറ്റുമായിരിക്കും. ഞാൻ ഹോൺ അടിച്ച് കേൾപ്പിച്ചാൽ ഈ ഒരു ഹോൺ അടിക്കുമ്പോൾ എത്രത്തോളം ശബ്ദം നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു വണ്ടികൾ നമ്മുടെ വണ്ടിയുടെ ഒപ്പം പോകുമ്പോൾ എത്രത്തോളം ശബ്ദം ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ട് എന്നുള്ളത്, ഈ വിൻഡോ അടയ്ക്കുമ്പോൾ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ വണ്ടിയുടെ നോയ്സ് വൈബ്രേഷൻ ഹാർനസ് കാപ്പബിലിറ്റീസിനെ കുറിച്ച് അറിയാൻ പറ്റും.
ഇപ്പോൾ നമ്മൾ ഹോൺ അടിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ വ്യത്യാസം, അതേപോലെ ഇപ്പോൾ മറ്റൊരു വണ്ടി നമ്മുടെ സൈഡിലൂടെ പോകുന്നുണ്ട്, വളരെ കുറവ് ശബ്ദം നമുക്ക് വണ്ടി ഉള്ളിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇതൊരു ബുള്ളറ്റ് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ശബ്ദം ഇതിൻ്റെ ഉള്ളിൽ കേട്ടില്ല. പറയുമ്പോൾ അതൊരു പഴയ ബുള്ളറ്റാണ്. എന്നിട്ട് കൂടിയും തീരെ ശബ്ദത്തിനുള്ളിൽ കേട്ടില്ല. വളരെ നോർമൽ എന്നല്ല, വളരെ നോയിസ് ഐസൊലേറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് ഇതിലുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പോയിന്റ് ഞാൻ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. ഈ ഓട്ടോമാറ്റിക് വണ്ടിയിൽ ഡെഡ് പെഡൽ, അതായത് നമ്മുടെ ക്ലച്ച് ഉണ്ടാവേണ്ട സ്ഥലത്ത് ഫുഡ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഡ് പെഡൽ കൊടുത്തിട്ടില്ല. അത് ക്ലച്ച് ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് കൊടുക്കാവുന്നൊരു സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ടൊരു മഹീന്ദ്രയ്ക്കാണെങ്കിൽ ഈസി ആയിട്ട് അവിടെ ഒരു ഡെഡ് പെഡൽ കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും വണ്ടിയുടെ ഒരു ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഓഫ് റോഡ് കാപ്പബിലിറ്റീസിനെ കുറിച്ച് സംസാരിക്കാം. വണ്ടി നമ്മളിപ്പോൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത് ആക്സിൽ ട്വിസ്റ്റർ എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. അതായത് ഫ്രണ്ടിലത്തെ ഒരു വീലും ബാക്കിലത്തെ ഒരു വീലും ഗ്രൗണ്ടിൽ നിന്ന് അധികം ഗ്രിപ്പ് കിട്ടാത്ത കണ്ടീഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഞാനിപ്പോൾ വണ്ടി ഇട്ടിട്ടുള്ളത് 2 ഹൈയിലാണ്. അതായത് റിയർ വീൽ ഡ്രൈവിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. റിയറിൽ നമുക്കൊരു ഓപ്പൺ ഡിഫറൻഷ്യലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വീലിന് മാത്രം ഗ്രിപ്പുള്ളപ്പോൾ മറ്റേ വീല് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ താറിലത്തെ ലോക്കിംഗ് ഡിഫറൻഷ്യൽ ആ നേരത്തെ ആക്ടിവേറ്റ് ആയിട്ട് ആ വീലിനെ ബ്രേക്ക് ചെയ്തിട്ട് മറ്റേ വീലിലേക്ക് റൊട്ടേഷൻ കൊടുത്തിട്ടാണ് വണ്ടി അവിടുന്ന് കയറിപ്പോയത്. ഇനി നമുക്ക് ഈ സെയിം സിറ്റുവേഷൻ ഞാൻ 4 ഹൈയിലിടുമ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാവുകയെന്ന് നോക്കാം. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ഡിഫറൻഷ്യലാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഏത് വീലിലാണോ ഗ്രിപ്പ് ഉള്ളത് മറ്റേ വീലിനെ ഫ്രീ ആയി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം റൈറ്റ് വീല് ഫ്രണ്ടിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ബാക്ക് വീലും ലെഫ്റ്റിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെയിം സ്ഥലത്തും ഇനി നമുക്ക് വണ്ടി കയറി പോരണമെങ്കിൽ ആകെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ ആക്ടിവേറ്റ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാണാം ഹയർ സ്പീഡ് ഓഫ് RPMത്തിലേക്ക് എത്തിയപ്പോൾ ആ വീല് ബ്രേക്ക് ചെയ്തിട്ട് വണ്ടി അവിടെ നിന്ന് കയറിപ്പോകും. ഇനി നമ്മൾ ലോ റേഷ്യോ ഗിയർ എൻഗേജ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആയാലും ഇപ്പോൾ നിങ്ങൾ ലോ റേഷ്യോ ഗിയർ ഞാൻ എൻഗേജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലത്തെ റൈറ്റ് വീലിൽ ഇപ്പോഴും ഫ്രീ ആയിട്ട് തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ലോ ആയതിൻ്റെ സ്പീഡ് കുറവുണ്ട്. പക്ഷേ അവിടുന്ന് കയറി പോരണമെങ്കിൽ ബാക്കിലത്തെ നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ ജെർക്കോട് കൂട്ടിയിട്ട് വണ്ടി കയറി പോരുന്നത് ആ ബാക്കിലത്തെ റിയർ വീലിൻ്റെ ബ്രേക്ക് അപ്ലൈഡ് ആയതാണ്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഓവറോൾ വേർഡിക്റ്റ് എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു ഡിസ്കഷൻ ചെയ്യാം. അതായത് വളരെ വിലയുള്ള, അതായത് ഒരു 10-20 ലക്ഷത്തിൻ്റെ മുകളിൽ പെട്രോൾ ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവ് കിട്ടുന്ന ഒരു SUV ആണ്. ഈ വണ്ടി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് ബാക്കിലത്തെ 2 ഡോറുകൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം, ബാക്കിലത്തെ 2 സീറ്റിൻ്റെ കംഫർട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം, സസ്പെൻഷൻ്റെ സെറ്റിൽമെൻറ്റ് വളരെ സെറ്റിലിംഗ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം, മൈലേജ് കോംപ്രമൈസ് ചെയ്യണം, വണ്ടിയുടെ ഉള്ളിലത്തെ ക്യാബിൻ സ്പേസ് അതായത് നീളത്തിൽ ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യണം, ഡിക്കി സ്പേസ് കോംപ്രമൈസ് ചെയ്യണം, റൂഫ് മൗണ്ട് കാരിയർ അത് നിങ്ങൾക്ക് പറ്റില്ല, അത് കോംപ്രമൈസ് ചെയ്യണം. അല്ലെങ്കിൽ ബാക്ക് വീൽ നമ്മൾ ടെക്നോളജിക്കലി നോക്കുകയാണെങ്കിൽ ബാക്ക് വീൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നമുക്ക് ഒരുപാട് കോംപ്രമൈസുകൾ മാത്രം ഒരു നോർമൽ കാറ് വാങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു വണ്ടിയാണ്. ഒരു നോർമൽ കാർ ഇപ്പോൾ ഒരു കിയ സെൽട്ടോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന വളരെ സുപ്പീരിയർ ആയിട്ടുള്ളൊരു ഹൈവേ റൈഡ്, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള 5 സീറ്റുകൾ, പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് ഫീച്ചേഴ്സ്, കണക്റ്റഡ് ഫീച്ചേഴ്സ് എക്സെട്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയിൽ നിന്ന് മിസ്സിങ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി നിങ്ങൾക്ക് കിയ സെൽട്ടോസിനോ അല്ലെങ്കിൽ ക്രെറ്റയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടികൾക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റാത്ത ഒരുപാട് ദൂരത്തേക്ക് നിങ്ങൾക്ക് ഈ വണ്ടീനെ കൊണ്ടുവന്നു. ഒന്നല്ലെങ്കിൽ ഈ വണ്ടി നിങ്ങളെ കൊണ്ടുപോകും. അതായത് ഓഫ് റോഡിങ് സിറ്റുവേഷൻസ് 4 വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ കാപ്പബിൾ ആയിട്ടുള്ളൊരു ഓഫ് റോഡാണ് മഹീന്ദ്ര താർ. പിന്നെ ഈ വണ്ടിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഫീല്, അതായത് ഈ റോഡ് എൻ്റെ എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമുക്ക് തോന്നും. പിന്നെ ഇത്രയും കോംപ്രമൈസുകളോട് കൂടിയിട്ട് ഒരാൾ മഹീന്ദ്ര താർ വാങ്ങുന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിന് ആ വണ്ടിയോടുള്ള ഐക്കോണിക് സ്റ്റൈലിനോടുള്ള ആ ഒരു പാരമ്പര്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരുപാടാണ്. അപ്പോൾ ആര് മഹീന്ദ്ര താർ വാങ്ങണമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് മഹീന്ദ്ര താർ ഇഷ്ടപ്പെടുന്നവർ വാങ്ങുക എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾ അതിൻ്റെ യൂട്ടിലിറ്റി, ബെസ്റ്റായിട്ടുള്ള മൈലേജ്, അല്ലെങ്കിൽ ഒരുപാട് ക്യാബിൻ സ്പേസ്,
എർഗണോമിക്സ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ദയവ് ചെയ്ത് ആലോചിക്കരുത്. മഹീന്ദ്ര താർ വാങ്ങണം, പോയി വാങ്ങണം, അത്രയും.